നമസ്കാരം, നന്ദകുമാറാണ്. സഞ്ജുട്ടേക്കടാ വിഷമം അങ്ങോട്ട് അറിയില്ല. എന്തായാലും എന്തൊക്കെയായിരുന്നു അവൻ ആ വണ്ടി വെച്ചിട്ട് തന്നെയാണ് ഭയങ്കരമായിട്ട് ഹിറ്റായത്. വണ്ടിയുടെ ഫ്രണ്ടിലത്തെ എന്തോ സ്റ്റിയറിംഗ് ഇരിക്കുന്ന സമയത്ത് എന്തോ അത് ഒച്ച കേൾക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇതേപോലെ തന്നെ ചേർത്തലയിലുണ്ടായിരുന്ന ഒരു ഷോറൂമുകാരെ ഇവൻ എയറിൽ നിർത്തി. അത് പിന്നെ ഇവൻ്റെ ഭാഗത്തായിരുന്നു ന്യായം, വണ്ടി കംപ്ലൈൻ്റ് ആയിരുന്നു. പിന്നെ ഈ ഷോയൊക്കെ ഇറക്കി അവൻ കുറേ വീഡിയോ ഇട്ട് അതുവഴി അല്ലെങ്കിൽ കുറേ കാശുണ്ടാക്കി. അതിനുശേഷം അതേ വണ്ടി തന്നെ അവന് പണി കൊടുത്തു. വണ്ടിക്കകത്തുള്ള സ്വിമ്മിംഗ് പൂളും പണിത് കൊച്ചു, അതായത് ഈ പോലീസ് പറയുന്നത് പ്രകാരമാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മറ്റേ സ്കൂൾ കുട്ടികൾ വരുന്ന വഴിക്കും നടു റോഡിൽ വെച്ചിട്ടും ആണ് പണി പാളിയേക്കുന്നത്. വെള്ളം നിറച്ചിട്ടുണ്ടായിരുന്ന വണ്ടിയുടെ അകത്തുനിന്ന് വെള്ളം ചാടി പുറത്തു പോയി. അപകടകരമാം വിധം പണി പാളി. ഫേസ്ബുക്കിൽ വർത്തമാനം പറഞ്ഞ് അവൻ ബെൻസ് മേടിച്ചു, വണ്ടി മേടിച്ചു, വീട് വെച്ചു. അവൻ അത്യാവശ്യം വലിയ രീതിയിലൊക്കെ വന്നു. പിന്നെ ഒരു പെണ്ണിനെ നന്നായിട്ട് തേച്ചു. അങ്ങനെ അത്യാവശ്യം നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിച്ച് പോരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കയ്യിൽ നിന്ന് പോയി. അല്ലെങ്കിൽ ഈ അഹങ്കാരം കാണിച്ച് നടക്കുന്നവന്മാർക്കൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ പണി കിട്ടുമെന്ന്. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, കർമ്മയൊക്കെ പടാന്ന് പറഞ്ഞ കാര്യം. ഓൺലൈൻ സെറ്റപ്പ് ആയതുകൊണ്ടും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് ആയതുകൊണ്ടും ഇപ്പം നമ്മൾ എന്ത് പണി ചെയ്താലും അപ്പം തന്നെ പടാന്ന് പറഞ്ഞ് പണി കിട്ടും. അതുകൊണ്ട് മാക്സിമം നമ്മൾ സത്യസന്ധമായിട്ടും മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിലും ഉപദ്രവിക്കാത്ത രീതിയിലൊക്കെ ജീവിച്ചാൽ സുഖമായിട്ട് ജീവിക്കാം. ഇനി അതല്ല, ആരെങ്കിലും നമുക്കൊരു അസുഖം ഉണ്ടാക്കാൻ വരുവാണെങ്കിൽ തന്നെയും നമ്മൾ സത്യസന്ധമായിട്ട് നിന്നാൽ മതി. അപ്പോൾ ആ സത്യസന്ധതയ്ക്ക് ഒരു വാല്യൂ ഉണ്ടാവും. കാര്യം സത്യത്തിന് മാത്രം പൊട്ടിക്കാൻ പറ്റത്തില്ല. സത്യം എന്നും സത്യം തന്നെയാണ്. മനസ്സിലായില്ലേ? നുണ പ്രചരിപ്പിക്കുകയോ നുണ പറയുകയോ ചെയ്താൽ പൊട്ടും. പിന്നെ വേണേൽ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും. ഏത് സൂര്യനെ നോക്കിയിട്ട് അത് ചന്ദ്രനാണെന്ന് നമുക്ക് അറിവില്ലാത്തവരോട് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെ പറയുമ്പോഴത്തേക്കിനും അത് കേൾക്കുന്ന അറിവുള്ളവന്മാർക്ക് നടക്കത്തില്ല. അറിവുള്ളവന്മാരെ പറ്റിക്കാനും പറ്റത്തില്ല. ഈ പറയുന്ന പോലെ തന്നെ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി പലരെയും ഇടങ്ങേറാക്കാൻ പറ്റും. അതിൻ്റെ പുറത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എന്താണ് സഞ്ജു ടെക്കിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നതിൻ്റെ അകത്ത് MED ഇത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കുമ്പോൾ ആ MED പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ കാശിനാണ്, ഞാൻ എടുത്ത വണ്ടിയാണ്, എനിക്ക് എന്ത് തോന്നിവാസം ചെയ്യാമെന്ന് പറയുന്ന ധാർഷ്ട്യത്തെ MED അങ്ങനെ തന്നെ വലിച്ചു കീറി ഒട്ടിച്ചേക്കുവാണ്. മച്ചാൻ, ആ പരിപാടി വേണ്ട. ഇവിടെ ഒരു നിയമമുണ്ട്. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീ മര്യാദയ്ക്ക് ജീവിച്ചാൽ മതി. അല്ലാതെ കാശും പണവും ഉണ്ടെന്ന് വെച്ചിട്ട് എന്ത് ഹുങ്കും കാണിക്കരുതെന്ന് ഒരു കൃത്യമായ ഉപദേശം MED കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് MEDയോട് നന്ദി, നമോഭാഗം. നന്നായിട്ടുണ്ടത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഒരു ചിന്ത ഞാൻ പറയുക, ഈ പൈസ എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി ഒരു പാസ്സാണ് എന്ന് ചിന്തിച്ചാൽ മതി. ആ പാസ് എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ പണം പ്രിൻ്റ് ചെയ്യുന്നത് ആരാ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പണം പ്രിൻ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇപ്പോൾ 130 കോടി ജനമുണ്ട്. ഈ ഇന്ത്യ മഹാരാജ്യത്ത് എത്ര പേര് അവനവൻ്റെ ശരീരവും മനസ്സും ഉപയോഗിച്ചുകൊണ്ട് ഈ ഭൂമിയെ യൂട്ടിലൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ജനങ്ങൾക്ക് എത്ര പേര് സന്തോഷം കൊടുക്കുന്നു എന്നതിനെ ക്രോഡീകരിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള വസ്തുവകകൾ കൊടുക്കാനും മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാളുടെ ജീവിത ശൈലികളെ ഉയർത്താനും ഏറ്റവും കൂടുതൽ അപ്ഡേഷൻസും ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തങ്ങളും നടത്തി പോന്നിരിക്കുന്ന ഈ പറയുന്ന ഭൂമിയിൽ ഏറ്റവും സുഖകരമായ രീതിയിൽ പണിയെടുക്കുന്നവർക്ക് മാത്രം ജീവിക്കാനും വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു പാസ്സാണ് ഈ പറയുന്ന പണം എന്ന് പറയുന്നത്. അത് വേൾഡ് വൈഡ് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് അടിച്ചു മാറ്റുകയും കള്ളത്തരം കാണിക്കുകയും ചെയ്യുന്ന ആൾക്കാർക്കെതിരെ ശുദ്ധമായ നല്ല രീതിയിലുള്ള നിയമങ്ങളും നിയമപാലകരും ഇവിടെ ഉണ്ട്. ഈ നിയമപാലകർ കൃത്യമായിട്ട് വർക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഇവനെ പോലത്തെ ഉള്ള കൂറൊക്കെ സാധനങ്ങളെയൊക്കെ എടുത്ത് ഉപദേശിച്ച് വിടുകയോ അല്ലെങ്കിൽ ചെവിക്ക് പിടിച്ച് നല്ല കിഴുക്ക് വെച്ച് കൊടുക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ എന്താണേലും സഞ്ജു ടെക്കിയുടെ വണ്ടി MEDയുടെ കോമ്പൗണ്ടിനകത്ത് കയറ്റിയിട്ടിട്ടുണ്ട്. തുരുമ്പെടുക്കാത്ത രീതിയിൽ നല്ല വെണ്ടയ്ക്ക മുഴുപ്പിലൊരു സോറി പറയുകയും നാട്ടുകാരെ ഡിസ്റ്റർബ് ചെയ്തതിന് നാട്ടുകാരോട് സോറി പറയുകയൊക്കെ ചെയ്ത് അവന് ഇനി ഒരു 10 വീഡിയോ ഒക്കെ ഇട്ട് എങ്ങനെയൊക്കെ കയറി വരട്ടെ. ഈ പെണ്ണിൻ്റെ പ്രാക്കെന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് കിട്ടിയാൽ ഉതകുമെന്നുള്ളൊരു ഏറ്റവും വലിയ ഉദാഹരണം ഇത്. ഈ നമ്മൾ പറയത്തില്ലേ കൂടോത്രം, പ്രാക്ക്, ഇതൊക്കെ വർക്കാവൂ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുക. ആക്ച്വലി ഇതൊക്കെ വർക്കാവും. എങ്ങനെയാണെന്നറിയോ? ഇപ്പം ടെലിപ്പതി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഇപ്പം ഇലോൺ മാസ്ക് കണ്ടുപിടിച്ചിട്ടുണ്ട് ടെലിപ്പതി. നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്ന സാധനം റൈറ്റ് ചെയ്ത് വരുന്ന പോലത്തെ ഒരു പ്രോസസ്സാണ് ഇപ്പോൾ ഇലോൺ മാസ്ക് കണ്ടുപിടിച്ചത്. ഇതിനു മുമ്പ് നമ്മൾ വർഷങ്ങൾക്കും നൂറ്റാണ്ടുകൾക്ക് മുമ്പും ടെലിപ്പതി യൂസ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കേസ്, ഇപ്പം നമ്മളെ ആരെങ്കിലും മനസ്സിൽ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ അവരെ വിളിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പാട്ട് പെട്ടെന്ന് നമ്മുടെ സൈഡിൽ എവിടെയെങ്കിലും കേൾക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ പറ്റിയിരിക്കുന്നവർ നമ്മുടെ മനസ്സിൽ പാടുന്ന പാട്ട് അപ്പം തന്നെ പറ്റിയിരിക്കുന്നവർ പാടുകയോ ചെയ്യുന്ന ഒരു തരം കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതിൻ്റെ എക്സാക്ട്ലി ടെക്നിക്കൽ വേർഷൻസ് ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല.
പക്ഷെ അങ്ങനെ ഒരു ടെക്നിക്കൽ വേർഷൻ ഉണ്ട്. നമ്മുടെ മനസ്സിൽ വിചാരിക്കുന്നത് വേറൊരാൾ വിചാരിക്കുന്ന ഒരു പ്രോസസ്സ്, അല്ലെങ്കിൽ നമ്മൾ ഒരാളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർ നമ്മളെ വിളിക്കുന്ന പ്രോസസ്സ്, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് തന്നെ വേറൊരാൾ വിചാരിക്കുന്നത്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളും ഒരു വാചകം പറയുമ്പം ആ സെയിം ടൈമിൽ അയാളുടെ മനസ്സിൽ നിന്നും അതേ വാചകം വരുന്നത്. ഇങ്ങനത്തെ ഒരു പരിപാടിനെയാണ് നമ്മൾ ടെലിപ്പത്തിക് ഫോർമേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടെലിപ്പത്തിക് ഇലക്ട്രിസിറ്റി ട്രാൻസ്ഫോർമേഷൻ എന്നൊക്കെ പറയുന്ന പോലത്തെ സംഭവം. അപ്പോൾ ആ സംഭവം വർക്കൗട്ടാണ്. ആ സംഭവത്തിന് പ്രകാരമാണ് ഈ പറയുന്ന കൂടോത്രവും അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റേ അഹങ്കാരത്തിന് പണി കിട്ടൽ, ഇത് കർമ്മയൊക്കെ തിരിച്ചടിക്കുന്നതൊക്കെ ഇങ്ങനെയാണ്. അപ്പം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ, നമ്മുടെ തലച്ചോറിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു അതിനനുസരിച്ച് ഇപ്പം നമ്മൾ സത്യസന്ധമല്ലാത്ത രീതിയിൽ എന്ത് പണിയെടുത്താലും അതിനുള്ള റിട്ടേൺ എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഈ പെണ്ണിപ്പം ഇവനെ നല്ല അറിഞ്ഞ് പ്രാഗിയിട്ടുണ്ടെങ്കിൽ ആ പ്രാക്ക് ഓട്ടോമാറ്റിക്കലി ഇവൻ്റെ തലച്ചോറിൻ്റെ ഉള്ളിൽ ഒരു ഇമോഷനായിട്ട് വർക്ക് ചെയ്യുകയും അതിനുശേഷം ഇവന് സെയിം ഫീൽ, അതായത് അവൾ അന്ന് അനുഭവിച്ചിട്ടുള്ള സെയിം ഫീൽ ഇവന് കിട്ടത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ ഇവൻ്റെ അഹങ്കാരത്തിന് റിട്ടേൺ കിട്ടത്തക്ക രീതിയിൽ എന്തു ചെയ്യും, ഒരു ഇൻസിഡൻറ്റിനെ ക്രിയേറ്റ് ചെയ്യും അവൻ്റെ തലച്ചോറിൽ. അങ്ങനെയാണ് അവൻ എന്ത് ചെയ്തത്, ആ വണ്ടിയുടെ ഉള്ളിൽ സ്വിമ്മിംഗ് പൂള് കയറ്റി റോട്ടിൽ കൂടെ ഓടിക്കാൻ, അവൻ്റെ സ്വന്തം പ്രോപ്പർട്ടി കിടന്ന് ഓടിച്ചാലും കുഴപ്പമില്ല, റോട്ടിലിറക്കാം എന്ന് പറയുന്ന ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ഒരു പോയിൻ്റ്, മനസ്സിൻ്റെ ഉള്ളിൽ ഒരു പോയിൻ്റ് അവന് തോന്നിയതിൻ്റെ കാരണം അങ്ങനെ ഇറക്കി എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ അതിനുണ്ടാകുന്ന കോൺസിക്വൻസുകൾ എന്ത് വന്നാലും അതിനെ നേരിടാൻ എൻ്റെ പണത്തിന് സാധിക്കും, അല്ലെങ്കിൽ അവൻ്റെ പണത്തിന് സാധിക്കുമെന്ന് പറയുന്ന ഒരു തരം അഹങ്കാരപരമായിട്ടുള്ളൊരു തീരുമാനത്തിൻ്റെ പുറത്താണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇവൻ ഈ വൈറലായിരിക്കുമ്പോൾ എക്സാക്ട്ലി എന്താണ് MVD ചെയ്യേണ്ടതെന്നറിയോ, ആ വീഡിയോ കൂടി അവനോട് റിമൂവ് ചെയ്യാൻ പറയണം. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ ഇപ്പം നിങ്ങൾ വിളിച്ചു അകത്ത് കൊണ്ടുപോയി അവന് ആവശ്യമായിട്ടുള്ള പരിപാടികളൊക്കെ കൊടുത്തു കഴിഞ്ഞ് വീണ്ടും ആ വീഡിയോയ്ക്കകത്ത് നിന്ന് അവന് ലക്ഷക്കണക്കിന് രൂപ കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവൻ ഇനി റോട്ടിൽ ചിലപ്പോൾ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി പണിന്നിരിക്കും. അപ്പം MVD കുറച്ചും കൂടി ബുദ്ധിപരമായ രീതിയിൽ നീങ്ങുക എന്നുള്ളതാണ് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എൻ്റെ ഒരു അഭിപ്രായം. താങ്ക് യു, നന്ദി, നമോവാകം.